ब्रह्मपुत्र महामिलनर तीर्थ कत युग धरि आहिसे प्रकाशी समन्वयर अर्थ महाबाहु ब्रह्मपुत्र महामिलनर तीर्थ മഹാനദി ബ്രഹ്മപുത്ര അസമിനെ നെടുകെ പിളർത്തി ബംഗ്ലാദേശിൽ പതിക്കുന്ന വൻ നദി. ഇന്ത്യയിലെ നദികളിൽ ഏക പുരുഷനാമധാരി. അസമികൾക്ക് ഇവൻ ബ്രഹ്മപുത്രോ എന്ന കുറുമ്പൻ നദി. കൃഷിയിടം നനച്ച് ഇവർക്ക് ജീവിതം നൽകിയതും വെള്ളപ്പൊക്കത്തിൽ ഇവരെ അഭയാർത്ഥികളാക്കിയതും ഇതേ ബ്രഹ്മപുത്ര. നദിയുടെ അനിശ്ചിതത്വം പോലെ തന്നെ ആസാമികളുടെ ജീവിതവും. പ്രകൃതികോപം പോലെ അസമികളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന ഒന്നാണ് വംശീയ കലാപം. ബിലാസിപ്പാറ ദക്ഷിണ അസമിലെ ധൂബ്രി ജില്ലയിലെ ഒരു ഗ്രാമം. ബ്രഹ്മപുത്ര അസമിലൂടെ 450 കിലോമീറ്റർ സഞ്ചരിച്ച് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെയാണ്. അസമിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. ചിലരുടെ ഭാഷയിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ തുരുത്ത്. മീൻ പിടിച്ചും കൃഷി ചെയ്തും ശാന്തമായി ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് വംശീയ കലാപത്തിന്റെ തീമുനകൾ വന്നു പതിക്കുകയായിരുന്നു. ബോഡോ വംശീയവാദികളും മുസ്ലിം ന്യൂനപക്ഷങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. 2012 ജൂലൈ 21 തുടക്കം. ബോഡോലാൻഡിലെ കൊക്രജാറാണ് പ്രഭവ കേന്ദ്രം. ഒരു മാസത്തോളം കലാപം നീണ്ടുനിന്നു. സർക്കാർ കണക്കുപ്രകാരം 98 പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അത്ര തന്നെ ഗ്രാമങ്ങൾ ചുട്ടെരിക്കപ്പെട്ടു. 1 ലക്ഷത്തിനടുത്ത് വീടുകൾ അഗ്നിക്കിരയായി. 4.5 ലക്ഷം പേർ അഭയാർത്ഥികളായി. ബിലാസിപ്പാറയിൽ ഞങ്ങൾ വീണ്ടും എത്തി. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ബിലാസിപ്പാറ ഗവൺമെന്റ് കോളേജ് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പായി മാറി. 2500 പേർ കഴിഞ്ഞുകൂടുന്ന ഏറ്റവും വലിയ ക്യാമ്പ്. ദുരന്തബാധിത പ്രദേശമായ കൊക്രജർ ജില്ലയിൽ നിന്നും കുടിയേറി പാർത്ത 2500 കുടുംബങ്ങളാണ് ധുബ്രിയിലെ ബിലാസിപ്പാറ കോളേജിലെ ഈ ക്യാമ്പിലുള്ളത്. ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പായ ഇവിടെ ദുരിതങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് പ്രദേശവാസികൾ. ഇവിടെ ഞങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. റംസാൻ മാസം മൊത്തം ഞങ്ങൾ ഈ ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ എത്രയോ കാലമായി. എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ്. തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ല. കുറെ ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നത്.
വസ്ത്രം പോലുമില്ല. ഞങ്ങൾ എവിടെ താമസിക്കും, എവിടെ ഉറങ്ങും, എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? മാറ്റാനുള്ള വസ്ത്രം പോലും എടുക്കാതെയാണ് വന്നത്. गोली चलाया, मारा, घर जलाया। क्या बोल रहे? बोलो। वो लोग बोल रहे हैं भाग जाओ ऐसे नहीं तो मार डालूंगा, और भाग के आया और मार डाला, किसी को मार डाला, और जख्मी भी हुआ, मर गया कितना आदमी। और दुड़ामारी एक जगह है, उसका हर चीज ले गया, कुछ भी नहीं रहा। और ट्रैक्टर से डीसीबी से उसके मिट्टी भी ब्लेंड कर दिया, लेवल कर दिया। क्यों? क्या किया था हमारा मुस्लिम को क्यों भगाना चाहती है? ഇതുപോലെ 300ഓളം ക്യാമ്പുകളിലായി 4.5 ലക്ഷം അഭയാർത്ഥികളുണ്ട് അസമിൽ. ആസാമിലെ കലാപത്തിനിരയായ ചിരാങ്ങിലെ ബിജിനിക്കടുത്ത മംഗോളിയൻ ബസാറിലെ ക്യാമ്പുകളിൽ ഒന്നാണിത്. ബോഡോകൾ താമസിക്കുന്ന ഈ ക്യാമ്പുകളിൽ 350 കുടുംബങ്ങളാണുള്ളത്. 3 ക്യാമ്പുകൾ സമാനമായി ഇവിടെ നടന്നുവരുന്നു. 1500-ലധികം ആളുകൾ താമസിക്കുന്ന ഇവിടെ 95 വീടുകളാണ് അഗ്നിക്കിരയായത്. ബിലാസിപ്പാറയിൽ കണ്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പല നിലയ്ക്കും വ്യത്യസ്തമാണ് മംഗോളിയൻ ബസാറിലെ ഈ ബോഡോ ക്യാമ്പ്. ബോഡോകൾ താമസിക്കുന്ന പുനരധിവാസ ക്യാമ്പുകൾ കനത്ത സുരക്ഷാ വലയത്തിലാണ്. ഞങ്ങൾ എത്തുമ്പോൾ ക്യാമ്പംഗങ്ങൾക്കുള്ള ഭക്ഷണ വിതരണം നടക്കുകയാണ്. പലരും വയലിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതേയുള്ളൂ. പുറത്തുനിന്നെത്തിയ ബോഡോ നേതാക്കളാണ് ക്യാമ്പ് നടത്തിപ്പുകാർ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ക്ഷാമമില്ല. Some clothes are available here now, like bed sheets, this blanket, and rice, lentils. These are available here now, but we have some problems for these potatoes, onion, chilies. These are problem here. മുസ്ലിം അഭയാർത്ഥി മേഖലയിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല. കാരണം അഭയാർത്ഥി ക്യാമ്പുകളായി അവ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ബോഡോലാൻഡിൽ സ്കൂളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. लेकिन उसका हथियार कैसे आया, कहां से आया, यही चाहिए हम. Kerala's largest builders presents 119th project Skylines set up park apartments at Vadayurkad, Trivandrum. Within the city, within your budget. Skyline, the address says it all. അല്ലാഹു അല്ലാതെ ഇല്ല ഇലാഹെന്ന സത്യം മറക്കണ്ട മനുജ, ആരംഭദൂത റസൂലാണെന്നുള്ളത് ആരും മറക്കണ്ട. സംഗതികളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല ടെൻഷൻ വിടണം, എന്നാലും ആ പാട്ടിൽ നല്ല ഫീൽ ചെയ്ത് നല്ല ഉൾക്കൊണ്ട് തന്നെ പാടി. ഞാൻ പകുതി സമയവും മനുഷ്യരുടെ സിംഗിങ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ മനുഷ്യരുടെ വോയിസിലായിരുന്നു മുഴുവൻ. ഞാൻ മനുഷ്യരുടെ വോയിസിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. ട്രോഫി പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ 3 പേരാണ്. അപ്പം ഇത് അവരുടെ റിയാക്ഷൻ കണ്ടിട്ട് ഞങ്ങൾ ഔട്ടായ പോലെ ഉണ്ടല്ലോ മാഷേ. മിസ്റ്റർ ലൈറ്റ് presents മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14ാം രാവ്. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചെയിനുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്രസന്റഡ് ബൈ മിസ്റ്റർ ലൈറ്റ് presents മാസ് റോവർ ഇൻ അസോസിയേഷൻ വിത്ത് കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ.
വിഭവങ്ങളുടെ കൊച്ചു കൊച്ചു രസതന്ത്രം തേടിയൊരാൾ. അയല പൊരിച്ചതാണോ അതോ കരിമീൻ വറുത്തതാണോ? അതിഗംഭീരമായ നാടൻ മറുനാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പാചകകലയുടെ പുതിയ മുഖവുമായി പച്ചമുളക്. സൂപ്പർ. ഡയോസ് പച്ചമുളക് brought to you by ഡയോസ്. ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിങ്ങിന് ഡയോസ് തന്നെ വേണം. ഡയോസ് ഫൈൻ ലിവിംഗ്. താർ മരുഭൂമിയുടെ ഏകദേശം അങ്ങേയറ്റത്ത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഒരു കുഗ്രാമത്തിലാണ് ഈ കച്ചേരി നടക്കുന്നത്. ഹം ദിൽ ദേ ചുകെ ഹേ സനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തമായ നിംബുഡ ഗാനം. बादलिया तू बरसे घणो मदरी घोर गोरे पण घाट में पदमड़ी आजी पदमणे तू पर छाया करे. ൽ കൊക്രജറിൽ കലാപത്തിന് തുടക്കമിട്ടതും യാദൃശ്ചിക സംഭവങ്ങളിലൂടെയായിരുന്നു. ബോഡോലാൻഡിൽ ജൂലൈ 6 നോൺ ബോഡോ സുരക്ഷാ സമിതി ഒരു ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. തങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം. തുടർന്നുണ്ടായ സംഭവങ്ങൾ കലാപത്തിലേക്ക് നയിക്കുകയായിരുന്നു. റമദാൻ മാസാചരണത്തിന്റെ തലേന്ന് ജൂലൈ 21 കൊക്രജറിലെ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമത്തിലെത്തിയ ബോഡോ ആയുധധാരികൾ 2 മുസ്ലിം യുവാക്കളെ വെടിവെച്ചു കൊന്നു. അഖില ആസാം ന്യൂനപക്ഷ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 19 जुलाई से शुरू हुआ है. 19 जुलाई को बोडो उग्रवादियों ने हमारी मुसलमान 2 लीडरों को मार गिराए थे और उन लोगों को लेके जब दूसरे ही दिन बोडो उग्रवादियों ने अपने कोकराझार डिस्ट्रिक्ट की जयपुर एरिया में अपना गांव है एक मुसलमान गांव, उस गांव में जाके 4 बोडो आतंकवादियों ने जब बंदूक लेके धराशायी गोली शुरू की थी, उसी टाइम वहाँ के पब्लिक ने आके पूरा 4 आतंकवादियों को पकड़ के मारा था. तो उसी बात को लेके बोडो लोगों ने हम लोगों को जयपुर से शुरू करके कोकराझार से लेके गुशागांव तक के आदमी को छोड़ा नहीं, जो जिसको जहाँ मिला वहीं पे मारा बोडो लोगों ने. അസമിൽ സമീപകാല കലാപങ്ങളൊക്കെയും ബോഡോ അധീന ജില്ലകളിലാണ് ഉണ്ടായത്. മൊത്തം 27 ജില്ലകളുള്ള അസമിൽ തിബത്തിന്റെ അതിർത്തി പങ്കിടുന്നതും ഇടതൂർന്ന കാടുകൾ നിറഞ്ഞതുമായ 4 ജില്ലകളാണ് ബോഡോ അധീന ജില്ലകൾ. BTAD അഥവാ ബോഡോ സ്വയംഭരണ ജില്ലകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കൊക്രജറിന് പുറമെ ചിരാങ്, ബക്സ, ഉദൽഗുരി എന്നീ ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഇത്. 1993 2003 കേന്ദ്ര സർക്കാരുമായി ബോഡോകൾ ഉണ്ടാക്കിയ ഉടമ്പടികൾ പ്രകാരമാണ് BTAD രൂപീകരിക്കപ്പെട്ടത്. ഈ മേഖലയിൽ ഭരണം നടത്തുന്നത് BTC അഥവാ
ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലാണ്. ഇതോടെയാണ് ബോഡോ മേഖല കലാപഭൂമിയായി മാറിയത്. എന്നാൽ അതിനു മുൻപേ അസമിലെ കലാപങ്ങളുടെ ചരിത്രം തുടങ്ങുന്നു. നെല്ലി കൂട്ടക്കൊല സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യ. സർക്കാർ കണക്കനുസരിച്ച് അഭയാർത്ഥികൾ 2,20,000. പിന്നെ ബോഡോ ആക്രമണം. ബോഡോകളും സാന്താൾ ആദിവാസികളും തമ്മിൽ കലാപം. 2,00,000-ലധികം അഭയാർത്ഥികൾ. ബോഡോകളും ബംഗാളി ഹിന്ദുക്കളും തമ്മിൽ കലാപം. 1,00,000 അഭയാർത്ഥികൾ. ആദിവാസി വിഭാഗങ്ങളായ കുർബികളും കുക്കികളും തമ്മിൽ നടന്ന സംഘർഷം. അഭയാർത്ഥികൾ 11,000. കുർബി ദിനാസ ഗോത്രവംശജർ തമ്മിൽ ഏറ്റുമുട്ടി. അഭയാർത്ഥികൾ 41,000. ബോഡോ മുസ്ലിം കലാപം. അഭയാർത്ഥികൾ 2,18,000. പ്രധാന കലാപങ്ങളിൽ എന്നും ഒരു വശത്ത് ബോഡോ വംശീയവാദികളായിരുന്നു. ഓരോ കലാപവും ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി. 1/4 നൂറ്റാണ്ടിലധികമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾ ഇന്നുമുണ്ട്. First violence in BTAD area, you may go back to 1996, even in 1993, even in 1998. BTAD ഏരിയയിലെ ആദ്യത്തെ കലാപം 93-ലോ 96-ലോ ആകാം ഉണ്ടായത്. അന്ന് പക്ഷേ ബോഡോകളും മുസ്ലിമുകളും തമ്മിലായിരുന്നില്ല. പ്രധാന ബോഡോ മുസ്ലിം കലാപം 2008-ലും 2012-ലുമാണ് ഉണ്ടായത്. 96-ൽ സന്താളുകളും ബോഡോകളും തമ്മിലായിരുന്നു കലാപം. ഗുസ്രാളുകളും ബോഡോകളും തമ്മിലും കലാപമുണ്ടായി. സാന്താളുകളും ബോഡോകളും ഇപ്പോഴും സംഘർഷത്തിലാണ്. ബോഡോകൾ അസമീസ് ഹിന്ദുക്കളെയും ആക്രമിക്കാറുണ്ട്. കുറെ സംഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. So they even attacked the Assamese Hindus also in that area. They attacked the Kusras Bongshis. So it is a part of that sequence of events. ബോഡോലാൻഡിലെ ക്രമസമാധാന ചുമതല അസം പോലീസിനാണ്. എന്നാൽ കലാപത്തിന് ശേഷം എത്ര കേസുകൾ എടുത്തു, എത്ര കേസുകളിൽ വിചാരണ നടക്കുന്നു, സായുധരായ കലാപകാരികൾ സൈനിക യൂണിഫോമിലെത്തിയതെങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവ്യക്തം. ഞങ്ങൾ ഇവിടുത്തുകാരാണ്. പക്ഷേ ഈ കൊലപാതകികൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഞങ്ങളുടെ സംശയം ഇതാണ്. അവിടെ ആർമി ഡ്രസ് കണ്ടിരുന്നു. ആർമിക്കാരും എവിടെ നിന്ന് വന്നു എന്നറിയില്ല. രഹസ്യാന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് 5000-ലധികം AK-47 സീരീസ് പെട്ട ആയുധങ്ങൾ ബോഡോകളുടെ കൈവശമുണ്ട്. അതിലധികം ചെറിയ ആയുധങ്ങൾ ഇവരുടെ പക്കലുണ്ടാകും. Perhaps equal number of AK-56 series and other small weapons. പ്രവാസത്തിന്റെ നേരും നന്മയും, പ്രവാസികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും, ഗൾഫ് ലോകത്തെ വിശേഷങ്ങളുമായി മീഡിയ വണ്ണിൽ എല്ലാ ദിവസവും രാത്രി 11-ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ്. Gulf News brought to you by Skyline Builders. Skyline, the address says it all. In association with Mr. Lights. Mr. Lights Mars Rover. Development surpassed by controversies. Consensus, not controversy. Present ground reality. And signboard for future Kerala Summit. പതിവ് ചാനൽ ചർച്ചകളിലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളില്ല, നിറം പിടിപ്പിച്ച നുണകളില്ല, വ്യക്തിഹത്യകളില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പുതിയൊരു സംവാദ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് കേരള സമ്മിറ്റ്. ശനി രാത്രി 10 മണിക്ക്.
അനധികൃത കുടിയേറ്റ പ്രശ്നമാണ് അസമിലെ കലാപങ്ങളുടെ അടിസ്ഥാനം. And those entered India or Assam between 1951 to 71, ASU agreed to accept them. They became now the citizens of India. But those entered after 71, creation of the Bangladesh, they should be detected. They deleted their names and they should be deported. എന്നാൽ സർക്കാർ ഇത് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറല്ല. इलीगल माइग्रेंट्स तो यहाँ पर कोई दिखता नहीं है. कहा जाता है कि बांग्लादेशी लोग हैं और आए हैं, लेकिन हमने जिन जिन लोगों से गुफ्तगू की है, इससे हमने चीफ मिनिस्टर से मुलाकात की तो चीफ मिनिस्टर कहते हैं कि इस तरह के लोग नहीं हैं. यहाँ तक कि हमने बोडो के लीडर से भी मुलाकात की. कोकराझार में जाकर हमने मिस्टर विश्वजीत जो हैं, जो बोडो के लीडर भी हैं और राज्यसभा के मेंबर भी हैं, हमने इनसे गुफ्तगू की तो उन्होंने तो यहाँ तक हमको कहा कि जो ओक्कोड हमारा हुआ है 2004 में, इससे पहले यानी 2003 तक भी जो लोग यहाँ रहते हैं वो सब बोडोलैंड के रहवासी हैं. लेकिन 2003 के बाद ये ओक्कोड के बाद जो लोग भी आएंगे वो चाहे बोडो होगा तो भी हम इसको बोडोलैंड का यानी रईस इसका नागरिक हम कबूल. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റ പ്രശ്നത്തിന് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും ഉണ്ട്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഈ ഗ്രാമങ്ങൾ ബംഗ്ലാദേശിൻ്റെതാണ്. ആസാമിലെ മുസ്ലിം ജനസംഖ്യ ഉയരാൻ കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റമാണെന്നാണ് ബോഡോകൾ ആരോപിച്ചിരുന്നത്. അങ്ങനെയാണ് ആസാമിൽ ബോഡോ മുസ്ലിം കലാപത്തിന് തുടക്കമിടുന്നതും. മറ്റൊരു കാരണം ബ്രഹ്മപുത്ര നദിയാണ്. आसाम जो है चारों तरफ नदियों से घिरा हुआ स्टेट है, तो हर साल जब फ्लड आता है तो बेचारों का घर टूट जाता है. और ये ब्रह्मपुत्र എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇവരുടെ വീട് നഷ്ടപ്പെടുന്നു. ബ്രഹ്മപുത്ര ഭ്രാന്തൻ നദിയാണെന്നൊരു വിശ്വാസമുണ്ട്. എപ്പോൾ എവിടേക്ക് ഒഴുകുമെന്ന് അറിയില്ല. വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവരും പരിക്കേറ്റവരും ഇവിടെയുണ്ട്. അവരൊന്നും ബംഗ്ലാദേശികളല്ല, പക്ഷേ അങ്ങനെയാണ് ഇവിടുത്തുകാർ കരുതുന്നത്. फ्लड में डूबे हुए लोग हैं, तो उन लोगों के हमारी तादाद, क्योंकि हमारी पॉपुलेशन को देख के वो अदर्स लोग बहुत घबरा जाते हैं, तो वो ये सोचते हैं कि बांग्लादेश के लोग आए. കുടിയേറ്റ പ്രശ്നത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ തുടങ്ങുന്നത് ബോഡോലാൻഡ് രൂപീകരണത്തോടെയാണ്. 1960-കൾ മുതൽ തന്നെ ബോഡോകൾ പ്രത്യേക സംസ്ഥാനത്തിനായുള്ള മുറവിളി ആരംഭിച്ചിരുന്നു. In 1993, when the first accord was signed, the architect of that accord at the time, Mr. Rajesh Pilot, he declared that you cannot get. 1993 രാജേഷ് പൈലറ്റ് പറഞ്ഞു, ഒരു പ്രദേശത്ത് ഭൂരിപക്ഷമുള്ള ജനതയ്ക്ക് മാത്രമേ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പറ്റുമെന്ന്. അന്നു മുതൽ ബോഡോകൾക്ക് മനസ്സിലായി അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലേ രക്ഷയുള്ളൂവെന്ന്. അങ്ങനെ പലരെയും അവിടെ നിന്ന് അവർ ഓടിക്കാൻ തുടങ്ങി. സ്വതന്ത്ര സംസ്ഥാനം രൂപീകരിക്കാനുള്ള ശ്രമവും തുടങ്ങി. Ethnic cleansing, driving away some people, some ethnic groups from the BTAD area so that they become majority. And കേന്ദ്ര സർക്കാരുമായി ബോഡോ വംശീയവാദികൾ ഉണ്ടാക്കിയ കരാറിൽ ഏറെ അപാകതകളുണ്ടെന്ന് അന്നു തന്നെ ആക്ഷേപമുയർന്നിരുന്നു. ഇക്കാര്യം അസമിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. जब से ये बोडोलैंड बना है, ये काउंसिल जब से बनी है, असल में कुछ गलतियां हमारी पार्टी के लोगों से भी हुई हैं. वो ये कि उन्हें मालूम था कि जब ये काउंसिल बनेगा तो 93 गाँव उन लोगों ने जो मुसलमान थे उनको बोडोलैंड में डाल दिया. ഈ വിവേചനം കണക്കുകളിൽ വ്യക്തമാണ്. ബോഡോലാൻഡിൽ ആകെ ജനസംഖ്യ 30 ലക്ഷം. ബോഡോകൾ ഉൾപ്പെടെയുള്ള ആദിവാസി ജനസംഖ്യ 10 ലക്ഷം. ബോഡോ ഇതരർ 20 ലക്ഷം. ഇതിൽ 28% മുസ്ലിങ്ങളാണ്. ചുരുക്കത്തിൽ BTAT എന്ന ബോഡോ അധീന മേഖലയിൽ 1/3 ജനസംഖ്യ പോലും ബോഡോകൾക്കില്ല. എന്നാൽ പദ്ധതി വിഹിതവും സൗകര്യങ്ങളും കൂടുതൽ ലഭിക്കുന്നത് ബോഡോകൾക്കാണ്. BTAD even today out of the area is covered by 4 districts, and in this 4 districts the total population is 4 ജില്ലകളിലായി 31 ലക്ഷത്തിലധികം ആളുകളുണ്ട് ഇവിടെ. അതിൽ ബോഡോകളും മറ്റ് ആദിവാസികളും 10 ലക്ഷമേ വരൂ. ബോഡോ മാത്രമായി അതിലും കുറവാകും.
other tribes. Bodu alone will be lesser than that. Around 2/3 of the population is non-Bodus. ഇങ്ങനെ കുടിയേറ്റ പ്രശ്നം അതിസങ്കീർണമാണ് ആസാമിൽ. ആരാണ് കുടിയേറ്റക്കാർ? എത്ര പേർ ഉണ്ടെങ്കിൽ ജനസംഖ്യാ രജിസ്റ്റർ പ്രകാരം അവർ ആരൊക്കെ? സത്യത്തിൽ കുടിയേറ്റ പ്രശ്നം ഒരു രാഷ്ട്രീയ ആയുധമാണ്. വംശീയതയ്ക്ക് വേണ്ടിയും വോട്ട് തട്ടാനും ഓരോരുത്തരും ആവശ്യാനുസരണം ഈ പ്രശ്നം ഉന്നയിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. जो हर पार्टी चाहती है कि बांग्लादेशी इशू जिंदा रहे, उसे खत्म करना नहीं चाहती, वो चाहे हमारी पार्टी हो या एजीपी पार्टी हो, बीजेपी पार्टी हो या जो भी हो. सर उनको मीटिंग में बोल रहा है कि कोई बांग्लादेशी असम में नहीं है. अभी बोला जब इलेक्शन खत्म हो जाएगा तब भी बोलेगा सब बांग्लादेश. सब बांग्लादेश. कल भी पेपर में कोई बांग्लादेशी नहीं है असम में. ഇനി കുടിയേറ്റം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ കരുതുക. Today's programs brought to you by Topco Samsung Gold Diamond Kannur.